നമസ്കാരം, ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന 2011 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന എത്തിയോസിൻ്റെ വി വേരിയൻറ്റിലുള്ള പെട്രോൾ വാഹനമാണിത്. അപ്പോൾ നല്ലൊരു മികച്ചൊരു പെട്രോൾ സെഡാൻ വാഹനമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ലോ ബഡ്ജറ്റുള്ള ഒരു വാഹനം തന്നെയാണെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന 2011 മോഡൽ ടയോട്ട എത്തിയോസ് വി പെട്രോൾ വാഹനമാണിത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, ബോണ്ട്, അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. സൈഡിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഡെലിവറി സമയത്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഫെൻഡർ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോ 70% ടയേഴ്സ് ഗ്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് വന്ന ജെനുവിൻ അലോയ് വീൽസ് കാര്യങ്ങളാണ് വരുന്നത്. ആ ടയോട്ട എത്തിയോസ് വി മോഡലായതുകൊണ്ടാണ് അലോയ് വീൽ കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് വശങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഡിഫോക്കർ ലൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയോട്ടയുടെ ലോഗോ, എത്തിയോസിൻ്റെ ബാഡ്ജിങ്, അതുപോലെ വി എന്നുള്ള ഓപ്ഷൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 592 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ലഗേജസ് കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെപ്പിനി ടയേഴ്സ് നോക്കുകയാണെങ്കിൽ എബോ 75% ടയേഴ്സിൻ്റെ സ്റ്റെപ്പിനിയുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. വളരെ നീറ്റായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്കൊക്കെ വരികയാണെങ്കിലും ഇതിൻ്റെ ബോഡി ലൈൻസിനും ഷോൾഡർ ലൈൻസിനൊന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ടയോട്ടയുടെ ലോഗോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന 4 ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്ന ഒരു മികച്ചൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇൻറ്റീരിയർ സീറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന ഫാബ്രിക് സീറ്റ്സ് ആണ്, ജെനുവിൻ സീറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ വാഹനം തന്നെ എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു വാഹനം കൂടിയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ 2011 മോഡൽ എത്തിയോസ് വി പെട്രോളിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത്, യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1496 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 80 bhp പവറും 132 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARAI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 17.57 കിലോമീറ്ററാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 13-14 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു പെർഫോമൻസും അത്യാവശ്യം മൈലേജൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെട്രോൾ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് ടയോട്ട മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വെറും 93,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയോട്ട എത്തിയോസ് വി പെട്രോൾ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,25,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറിസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ്, ഫിനാൻസ് സൗകര്യം എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.